സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. കൊൽക്കത്തയിൽ കൊല ചെയ്യപ്പെട്ട ട്രെയിനി ഡോക്ടർക്കും കുടുംബത്തിനും നീതി ലഭ്യമാക്കണമെന്നും മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യമെമ്പാടും നടക്കുന്ന പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടകര ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വടകര ജില്ലാ ആശുപത്രിയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാർ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒത്തുചേർന്നു. IMA പ്രസിഡന്റ് ഡോക്ടർ വി സുജിത് അധ്യക്ഷനായി. IMA സെക്രട്ടറി പ്രേംജിത്ത്, ട്രഷറർ നൌഷാദ്, ഡോക്ടർമാരായ ഫാത്തിമ ഫർദ, ഡെന്റൽ അസോസിയേഷൻ പ്രസിഡന്റ് ശാലു മോഹൻ, ഷിജിൻ, സാവിത്രി, ജ്യോതികുമാർ, പ്രശാന്ത് പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വടകര MP ഷാഫി പറമ്പിൽ പ്രതിഷേധ സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. ഈ പറഞ്ഞതുപോലെ മെഴുകുതിരി കത്തിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ മുന്നിട്ടും അത് അവസാനത്തേതാവട്ടെ എന്ന് നമ്മളിങ്ങനെ നിരന്തരം പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഇടവേളകളിൽ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇപ്പം ഏറ്റവും ഒടുവിലായി നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. ഒരാൾക്ക് കേൾക്കാനോ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പോലും സാധിക്കാത്ത ഒരു ക്രൂരത അരങ്ങേറിയിരിക്കുക. ഞാൻ ആ കുട്ടിയുടെ ഡയറിയുടെ നോട്ടിൽ നിന്ന് ഉണ്ടായ ഒരു കാര്യം, അച്ഛൻ പുറത്തു വന്നൊരു കാര്യം വായിക്കാനറിയാം. എത്ര സ്വപ്നങ്ങളും എത്ര ആഗ്രഹങ്ങളും കൊണ്ടാണ് ഓരോരുത്തരും ഓരോ പ്രൊഫഷനിലേക്ക് വരുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പ്രൊഫഷനിലേക്ക് എത്തിയത്. എത്ര ത്യാഗം ചെയ്തിട്ടായിരിക്കും ആ മേഖലയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട്. അതിൻ്റെ ഇടയ്ക്കുണ്ടാവുന്ന ഓരോ ഇൻസിഡൻറ്റും അതിൻ്റെ എല്ലാ പരിധിയും കടന്നിട്ട് കൊൽക്കത്തയിലുണ്ടായത് ഈ നാട്ടിലെ ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ക്രൂരതയാണെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുണ്ടായതിൻ്റെ ശേഷമുള്ള പ്രതികരണങ്ങളും പല കാര്യങ്ങൾ കൊണ്ടും ആശങ്കയുള്ളതാണ്. രോഗിയെ നോക്കാതെ തിരിച്ചു പോകാനുള്ള ഇഷ്ടം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ അല്ല, പക്ഷേ ആ സ്ഥാനത്ത് നാളെ ഞാനെങ്കിലോ എന്നുള്ള ചിന്ത ഉയർത്തുന്ന ഭയം കൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഷേധത്തിന് IMAക്ക് രംഗത്തിറങ്ങേണ്ടി വരുന്നത് എന്നുള്ളതിനെ പൂർണ്ണമായും ഞങ്ങൾ ഉൾക്കൊള്ളും. ഇന്ത്യയിലെ മുഴുവൻ ഡോക്ടർമാരും വൺ ഡേ സ്ട്രൈക്കിൽ പങ്കാളികളായി. കാഷ്വാലിറ്റി, എമർജൻസി സർജറി, അത്യാഹിത വിഭാഗങ്ങൾ എന്നിവ തടസ്സപ്പെടാതെ പ്രൈവറ്റ് ആശുപത്രി, സ്വകാര്യ പരിശോധന, OP തുടങ്ങിയവയൊക്കെ നിർത്തിവെച്ചാണ് പ്രതിഷേധം നടന്നത്. കൊല ചെയ്യപ്പെട്ട ട്രെയിനി ഡോക്ടർക്ക് നീതി ലഭിക്കാൻ സമരം നടത്തിയ അവിടുത്തെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും നേരെ ഗുണ്ട ആക്രമണം ഉണ്ടായപ്പോൾ സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടതെന്ന് IMA കുറ്റപ്പെടുത്തി. ഇത്തരം നീതിയില്ലാത്ത നിലപാടിൽ പ്രതിഷേധിച്ചാണ് വടകരയിലും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്.